എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന എസ് സീരീസിലെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന മോഡലാണ് സാംസങ് S21 Ultra 5G ആണ്. സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും വില കൂടിയ മോഡലാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ഇതിൻ്റെ പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ S21 5G ആണ് ഈ ഒരു മോഡൽ, S21 Plus 5G ആണ്. ഇങ്ങനെ 3 മോഡലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രൈസ് കൂടിയ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഇതിൻ്റെ ബാക്ക് ക്യാമറയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ക്യാമറയുടെ കട്ടിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, വേറെ തന്നെ ഒരു ഡിസൈൻ, ഇതുവരെ സാംസങ് കൊണ്ടുവരാത്ത ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും വലിയൊരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 100x സൂമിംഗ് ആണ്. അതുപോലെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് 40 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത്. പിന്നെ ഡിസൈൻ ബേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെയാണ് സിം സോൾട്ട് വരുന്നത്. അതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു 3 മോഡലും ഒരേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിൽ ക്യാമറയിൽ മാത്രമാണ് വലിയൊരു വ്യത്യാസം കാണുന്നത്. ക്യാമറ കട്ടിങ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാമറയുടെ ഡിസൈന് ഈ ഒരു ഫോണിൽ ഉള്ള ഒരു അത്രയും ഫംഗ്ഷന് ഈ ഒരു 2 ഫോണും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഒരു വില കൂടിയ മോഡലായിട്ട് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വില കൂടിയ മോഡലായ S21 Ultra'യുടെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.8 ആണ്. അതുപോലെ തന്നെ S20 Plus 5Gൻ്റെ വരുന്നത് 6.7ഉം ഏറ്റവും കുറഞ്ഞ മോഡലായ ഇതിൻ്റെ സൈസ് വരുന്നത് 6.2 ആണ്. അതുപോലെ തന്നെ എല്ലാ ഫോണുകളും ഓരോ ഡിസൈൻ വരുന്ന ഫോണാണ്. ഡിസ്പ്ലേ എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. 3 ഫോണിനും ഒരേ രീതിയിലുള്ള ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ഡോട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഗെയിമിങ്ങിനൊക്കെ ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. S21 Ultra'യുടെ മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 വരുന്നുണ്ട്. അതുപോലെ തന്നെ 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജും 16 GB റാമുമാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഏകദേശം ഇന്ത്യൻ വില എന്ന് പറയുന്നത് 1,20,000 രൂപയുടെ അടുത്ത് വില വരുന്ന മോഡലാണ് S21 Ultra എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അത്രയും ഒരു വില കൊടുത്ത് വാങ്ങിക്കണമെന്ന് പറയുന്നത് ഇത് 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോണിൽ. അതും ഈ ഒരു ക്യാമറയുടെ വലിയൊരു പ്രത്യേകതയാണ്. 8K റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എത്ര ക്രോപ്പ് ചെയ്താലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോ കിട്ടും. അതായത് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു ഭാഗം ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ഫോട്ടോയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ആ ഒരു ക്വാളിറ്റി കുറയുന്ന രീതിയാണ് സൂം ചെയ്യുമ്പോൾ. എന്നാൽ ഈ ഒരു ഫോണിൽ നിങ്ങൾ വീഡിയോ എടുത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ വേണമെങ്കിൽ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഒരു ക്വാളിറ്റിയിൽ സൂം ചെയ്താലും ക്രോപ്പ് ചെയ്താലും ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി കുറയുന്ന പ്രശ്നമില്ല. കാരണം ഇതിന് 108 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്, മെയിൻ ക്യാമറ. അതുകൊണ്ട് തന്നെ അത്രയും ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ മെഗാ പിക്സൽ ആണെങ്കിൽ ഈ ഒരു ഫോണിന് വരുന്നത് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറ, പിന്നെ എന്ന് പറയുന്നത് 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 40 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ഫോണുകളിൽ 48 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്. ബാക്കി 2 ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 12 മെഗാ പിക്സൽ ആണെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, iPhone 11 Pro Max ഒക്കെ അതുപോലെ തന്നെ 12ൻ്റെ ഒക്കെ 12 മെഗാ പിക്സലാണ്. എങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. പക്ഷേങ്കിൽ പിക്സൽ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫോൺ എന്ന് പറയുന്നത് S21 Ultra ആണ്. കാരണം നമ്മൾ ചില മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് S21 Ultra. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് 3ഉം ഒരേ ഒരു രീതി ഡിസൈനാണ്. പക്ഷേങ്കിൽ S21 Ultra'യിൽ ഒരു സെൻസറും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റും ഒക്കെ കൂടിയിട്ട് വേറെ തന്നെ ഒരു കട്ടിങ് പോലെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു S21 Plus'ും അതുപോലെ തന്നെ S21 ഒരേ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 3 ഫോണിൻ്റെയും താഴെ ഭാഗത്ത് വരുവാണെങ്കിൽ ഒരേ രീതിയിലുള്ള Type-C ഫാസ്റ്റ് ചാർജ് സിം സോൾട്ടും അതുപോലെ തന്നെ സ്പീക്കറും കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് ഒരു കട്ടിങ് കാണാം. ഐഫോണിൻ്റെ 6 വരുന്ന രീതിയിലുള്ള ഒരു കട്ടിങ് ഈ ഒരു ഫോണിൽ കാണാം. ഇതെന്ന് പറയുന്നത് ഈ ഒരു കട്ടിങ് ഒരു ഡിസൈന് വേണ്ടിയിട്ട് കൊടുത്തതല്ല, ഈ ഒരു വൈഫൈയും അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഒക്കെ പുറത്തേക്കുള്ള സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഏറ്റവും മുകളിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ മൈക്ക് കാണാം. ക്യാമറ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈക്ക് 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലാണ് എല്ലാ ബട്ടനും വരുന്നത്. വോളിയം, പവർ ബട്ടനും എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ പ്രത്യേകത ഈ ഒരു ക്യാമറയ്ക്ക്, സാധാരണ എല്ലാ ക്യാമറയും മുകളിലേക്ക് അതായത് കുറച്ച് പൊന്തി നിന്നിട്ടാണ് ഉണ്ടാവാറ്. ഈ ഒരു ഫോണിൻ്റെ എന്ന് പറയുന്നത് ഇതുപോലൊരു കട്ടിങ് ഡിസൈൻ ആയതുകൊണ്ട് എല്ലാ ക്യാമറകളും ഉള്ളിലേക്ക് ആയിട്ടാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു കട്ടിങ്ങിൻ്റെ മുകളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ ഉള്ളിലേക്കായിട്ടാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രാച്ചും കാര്യങ്ങളും നമ്മുടെ iPhone 11 Pro അതുപോലെ തന്നെ 12 Pro Maxും ഇതുവരെ ഇറങ്ങിയ സാംസങ്ങിൻ്റെ ക്യാമറയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ മുകളിലേക്ക് വരുന്ന രീതിയാണ്, ലെൻസ് മുകളിലേക്ക് വരുന്ന രീതിയാണ് കാണാറ്. പക്ഷേ ഈ ഒരു മോഡൽ ഈ ഒരു ഡിസൈന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ്. കാരണം നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളും വീഴാത്തൊരു ഡിസൈനാണ്. കാരണം ഇത്രയും ഒരു ക്വാളിറ്റി ക്യാമറയ്ക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്യാമറയിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് iPhone 11 Pro 12 Pro Maxും അതുപോലെ തന്നെ മറ്റുള്ള ഫോണുകൾക്ക് ക്യാമറ ലെൻസ് അതായത് സെപ്പറേറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ പ്രൊട്ടക്റ്റിംഗ് ഗ്ലാസ് ഒക്കെ ഒട്ടിക്കുന്നത്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഈ ഒരു ഫോണിന് വരുന്നില്ല. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടിംഗ് ആണ്. പെട്ടെന്ന് പൊട്ടുന്ന ഒരു ബാക്കല്ല വരുന്നത്. ഈ ഒരു 3 ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസൈനിലായാലും അതുപോലെ തന്നെ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ 10x ഓപ്റ്റിക്കൽ സൂമിംഗ് ആണ്, 100x ആണ് മാക്സിമം സൂമിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സൂമിംഗ് തന്നെയാണ്. കുറച്ചുകൂടെ അതായത് മുന്നേ വന്ന മോഡൽ എന്ന് പറയുന്നത് 100x ഇടുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങൾ കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട് ഈ ഒരു മോഡലിൽ. 100x അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. എന്തായാലും ഡിസൈൻ ബേസ് നോക്കുകയാണെങ്കിൽ സാംസങ് ഇതുവരെ ഇറക്കിയതിൽ നിന്നൊരു വലിയ മാറ്റമുള്ള ഒരു മോഡൽ തന്നെയാണ് S21 Ultra എന്നുള്ളത്. ഈ ഒരു ഡിസൈന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മോഡലൂടെയാണ്. ചിലർക്ക് ഈ ഒരു ഡിസൈനോട് അത്ര താല്പര്യമില്ലാത്ത നെഗറ്റീവ് കമൻറ്റൊക്കെ കണ്ടു. എന്നാലും ക്യാമറയുടെ പ്രൊട്ടക്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെയാണെന്ന് പറയാം. കാരണം ക്യാമറ ഉള്ളിലേക്കായതുകൊണ്ട് നല്ല സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫോണ് ഡയറക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് പറഞ്ഞുതരാം. ഇത് 3 ഡെമോ പീസുകളാണ്. ഇതിൻ്റെ ഡിസൈന് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ക്യാമറയുടെ സാമ്പിളും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നുള്ളത് മാത്രമാണ്. ഈ ഒരു ഡിസൈനും കാര്യങ്ങളും പുതുതായിട്ട് സാംസങ്ങിൻ്റെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. S സീരീസിൽ വരുന്ന ഫോണുകൾക്ക് അവർ വേറെ തന്നെ ഒരു പ്രത്യേകത കൊണ്ടുവരുന്ന ഫോണുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.